ഇങ്ങനെ മനസ്സമ്മതം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച അടുത്ത പരിപാടി വന്നിട്ട്. അപ്പൊ ഈ മാസം അടുത്ത മാസം നമുക്ക് ഫുള്ള് പരിപാടി കാണും. കൊച്ചിന്റെ മാമോദീസയാണ്. നമ്മൾ പള്ളി ഹാളിൽ വെച്ചിട്ടാണ് മാമോദീസ നമ്മൾ പരിപാടി അറേഞ്ച് ചെയ്തേക്കണത്. അവനിപ്പോൾ 8 മാസത്തോളമായി പ്രായം. കാരണം അവൻ്റെ ഡാഡി വരാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടാണ് മാമോദീസ വൈകിപ്പിച്ചത്. അപ്പോൾ കല്യാണവും കൊച്ചിൻ്റെ പരിപാടിയെല്ലാം ഒരേ സമയത്ത് നടത്തിയാൽ കളിയന് കൂടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റിൽ വെച്ചത്. മനസ്സമ്മതം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അങ്ങനെ അവരുടെ പരിഞ്ഞമ്മയും വന്നിട്ടാ. പരിഞ്ഞമ്മയുടെ മോളാണ് ബെല്ല. പരിഞ്ഞമ്മ വന്ന് ആൻറ്റിയാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. ഡാഡി മമ്മി അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണല്ലോ കൊച്ചിനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നത്. ഡ്രസ്സ് ഒരു വെറൈറ്റി ഡ്രസ്സാണ് വന്നിട്ട് അവൻ്റെ ഡ്രസ്സ്. വലിയ കൊച്ചിയായത് തന്നെ. ഞാൻ ചെപ്പിക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയി നിൽക്കണേ. ഉണ്ണിയും റെഡിയായി. അപ്പോൾ ഡ്രസ്സ് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന ഡ്രസ്സല്ല. ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവൻ്റെ പേരൊക്കെ എഴുതിയ ഡ്രസ്സാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. നമ്മളെ വീട്ടിലെല്ലാവരും കൂടി നമ്മൾ പള്ളിയിലേക്ക് അവിടെ ഇറങ്ങാൻ പോണേ. ചെക്കനായി റെഡിയാക്കി നിർത്തിയേക്കാണ്. ഇപ്പം പരിഞ്ഞപ്പൻ, ശരിക്കും പരിഞ്ഞപ്പൻ നാട്ടിലില്ല. അവർ പരിഞ്ഞപ്പൻ്റെ അപ്പൻ മിൽട്ടൺ അങ്കിളാണ് ഇപ്പോൾ പരിഞ്ഞപ്പനായിട്ട് നിൽക്കണേട്ടാ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകണം. അതിന് മുമ്പ് തന്നെ പരിഞ്ഞമ്മയുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്ത്. മാമോദീസക്ക് മെയിൻ റോൾ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മക്കും ആയിരിക്കും. അവരാണ് കൊച്ചിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണത്. ചെക്കൻ രക്ഷയിലാണ്. ചെക്കൻ കരച്ചിലാണ്. ഇന്നവരുടെ പണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി നേരെ ഇനി പള്ളിയിലേക്ക് അങ്ങോട്ട് പോകണേന്ന്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടാവും. പള്ളിയിലവിടെ എത്തി. നമ്മളുടെ വാതിക്ക് എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നിഖിലിൻ്റെ കൊച്ചിൻ്റെ അമ്മ തന്നെയുണ്ട് പരിപാടി. അപ്പോൾ ഏണസ്റ്റച്ചനാണ് പള്ളിയിൽ കൊച്ചിൻ്റെ മാമോദിസം വെക്കാൻ വേണ്ടി വന്നേക്കണം. ഏണസ്റ്റച്ചനാണ് വന്നേക്കണത്. എന്താ ഇവിടെ ആയിട്ടാ കൊച്ചിൻ്റെ മാമോദിസം വെക്കണത്. അവനെ രക്ഷയില്ല. നല്ല കരച്ചിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൊച്ചിൻ്റെ തലയിൽ ഇങ്ങനെ അച്ഛൻ ഒഴിക്കും. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് 3 പീലാസം വെക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഞാൻ കൊച്ചിനെ കൈ പിടിച്ചതല്ല. ഞാനല്ല, അമ്മയും റിയൊക്കെ എൻ്റെ കൂടെ വന്നേക്കണം. അപ്പം ഇതുപോലെ ഈ കൂട്ടി കയറ്റില്ലാണ്ടാ. പിന്നെ എൻ്റെ മാമോദിസം കയറിയത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അവസരം ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചെക്കൻ രക്ഷയില്ല. കരച്ചിലൂടെ കരച്ചിൽ തന്നെ. പിന്നെ അപ്പുറത്ത് പറഞ്ഞ അഞ്ചുമാണ്. അഞ്ചും ജീസുമാണ്. അഞ്ചുമൊക്കെ നമ്മുടെ കുട്ടികളാണ്. നിഖിലോ നിഖില് നമ്മുടെ സ്വന്തമാണ്. നിഖില് ചെക്കൻ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. കുറച്ചേരം ഒന്ന് കരച്ചിൽ ഇരുതി. എന്നാലും അവരുടെ അമ്മച്ചി വന്നിട്ടാണ് ഒന്ന് റെഡി ആയത്. നോക്കി നിഖിലിനെ വെച്ച് നോക്കിയാൽ നല്ല ഉറക്കമാണ്. ഒരനക്കമില്ല, ഒരു പ്രശ്നമില്ല. നമ്മളാണെങ്കിലും കൊട്ടിക്കത്ത ചെയ്യും. ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ എങ്ങനെയാണ് ഒരാൾ ക്രിസ്ത്യാനി ആകുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് കാണാൻ മതി. അറിയാൻ പാടില്ല ആൾക്കാർ ഉണ്ടാവുമല്ലോ. അപ്പൊ ക്രിസ്ത്യാനികളല്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒന്ന് കാണാമല്ലോ എങ്ങനെയൊക്കെയാണ് ഓരോ നടക്കണത്, ചടങ്ങ് നടക്കണത്. പിന്നെ അച്ഛൻ കൊച്ചിന്റെ നെറ്റിയിൽ തൈലം കൊണ്ട് ഇങ്ങനെ കുരിശു വരക്കും. അതൊക്കെ നമ്മുടെ ചടങ്ങിലുള്ള കാര്യങ്ങളാണ്ട. അപ്പൊ എപ്പോഴും കരച്ചിൽ തന്നെയാണത്. നിഖിലിന്റെ പക്ഷെ എപ്പോഴും നല്ല ഉറക്കം. അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന തിരികെ അത് കത്തിച്ച് കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ പിടിച്ച് കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ പിടിപ്പിക്കും. ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ കഴിഞ്ഞ് ഇങ്ങനെ മാമോദിസ നിൽക്കുന്നത്. അങ്ങനെ ആ തിരികെ എത്തിക്കുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ പദ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാ. അച്ഛനൊന്ന് ആശീർവാദമൊക്കെ ചെയ്ത് എല്ലാവരും ആശീർവാദമൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ നടക്കുന്നത്.
അങ്ങനെ പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് പള്ളി തൊട്ടടുത്ത് തന്നെയുള്ള ഹോള്. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ ഹോളിലേക്ക് കയറണം. അവിടെ ഒരു കേക്ക് മുറിക്കലുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കൽ, അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണം നമ്മളെ ബൈച്ചറിന്റെ ഒക്കെ കാറ്ററിംഗിനോട് പറഞ്ഞേക്കുണ്ടാവും, ബ്രദേഴ്സ് കാറ്ററിംഗ് മുതുകത്തുള്ള അടിപൊളി ടേസ്റ്റ് ആണ് ഭക്ഷണം, രക്ഷയിലാണ്. സെക്കൻഡ് മുറിക്കാൻ നേരത്തെ കൊണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആരിക്കുന്ന കേക്കില്ല, ആരിക്ക് ഡാൻഡ് സിൽവേന്റെ ഒരു വട്ടത്തിന് ചുറ്റി ചെയ്യുന്നുണ്ട്. നമ്മൾ അനുവാണ് അപ്പൊ ഇത് ആങ്കറിങ് ചെയ്യണത്. അപ്പൊ ഓരോരുത്തരെ അതിന്റെ കൊച്ചിനെയും അപ്പനെ അമ്മയും കൂടി ആങ്കറിങ്ങിന് വിളിച്ച് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേജ് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഏറ്റവും ജോപ്പൻ ചേട്ടൻ്റെ വർക്കാണ്, ജോപ്പൻ ചേട്ടൻ ചെയ്ത വർക്കാണ്. അധികം പൈസ ഒന്നും ആയിട്ടില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് ജോപ്പൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആങ്കർ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ അവള് ഓരോരുത്തരായിട്ട് ഇപ്പൊ ഇൻവൈറ്റ് ചെയ്ത് അകത്തേക്ക് തന്നെയാണ്. അപ്പൊ പരിചയപ്പനെ കേട്ടി, എനിക്ക് കൊച്ചിന്റെ ഗ്രാൻഡ് പാരൻസിനെ കേട്ടും. ഇപ്പൊ ഞങ്ങളത് വിളിച്ചില്ല, എന്നാലും നമ്മൾ കയറിപ്പോ ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരാണല്ല അപ്പനും അമ്മയും പരിചയമ്മയും പിന്നെ ഗ്രാൻഡ് പാരൻസിനെയും കൂടി വിളിച്ച് കേട്ടിട്ടുണ്ട്. ഡാഡി മമ്മിയും ഉണ്ടാവും, മമ്മിയും അമ്മച്ചിയും ഒരേപോലത്തെ സാരി ഉണ്ടാവും. വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് നമ്മൾ കാണിക്കണത്. എല്ലാം ഒന്ന് കാണിക്കല്ല. അതുപോലെ വേറൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ പരിപാടി നടത്തുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഡീൽ ചെയ്യാനും ഒക്കെ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ആൾക്കാരില്ല, ഈ പരിപാടിക്ക് 10-150 ആൾക്കാരെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരും സംസാരിക്കാനും പറ്റും, എല്ലാവരെയും കാണാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്കും 1000-ന്റെ മേലെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒന്നും കാണാനോ അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റുന്നില്ല. ഞാനുകൊണ്ട് ഇപ്പൊ കേക്കും വൈനൊക്കെ എടുക്കുന്നതാ, കാരണം അത് സപ്ലൈ ചെയ്യേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ടത് പഞ്ഞമ്മയുടെ അവകാശമാണ്. അപ്പൊ അവരാണത് സംഭവം കൊണ്ടുവന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളത് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടാ. പിന്നെ നമ്മുടെ ഗസ്റ്റിനൊക്കെ എല്ലാവർക്കും പഞ്ഞമ്മയും കൂടിയാണ് കേക്കും വൈനും കൊടുക്കുന്നത്. അപ്പൊ ആശയം അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ വന്നവിടെ സെറ്റിലായി. ഇപ്പൊ ജനലാണ് ഇനി വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫുഡ് എല്ലാവരും തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ ബൈച്ചേട്ടൻ ഡെൽബിനെ കൂടി നടത്തുന്ന ബ്രദേഴ്സ് കാറ്ററിംഗ്, അവരായിരുന്നു ഫുഡ് വെച്ചത്. എല്ലാവരും ഫുഡിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, കഴിച്ചിട്ട് ഡിഷായിരുന്നു കഴിച്ചത്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. ഇപ്പൊ ആശയുടെ ഫാമിലി എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത്, അവർ മാത്രമല്ല എല്ലാവരും ഫോട്ടോ എടുത്തായിരുന്നു. നമ്മളിപ്പോ ആശയ്ക്ക് ആശ സ്പെഷ്യൽ ഗസ്റ്റ് ആണല്ലോ, കാരണം അടുത്ത പരിപാടി ഞങ്ങളുടെ കല്യാണമുള്ള. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ ഹോളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഇരിക്കണേ, ഓരോരുത്തർ ഓരോ മുറിയിലായിട്ട് ഇങ്ങനെ ഇരിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കണേ. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും മോളിലുണ്ട്. അപ്പൊ ചെറിയ എല്ലാ പരിപാടികൾ വീട്ടിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞപ്പോ അങ്ങനെ കൊച്ചിന്റെ മാമോദിസം അങ്ങനെ കഴിഞ്ഞിട്ടാ അടുത്ത